ഹായ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ അവസാനത്തെ ചാപ്റ്ററായ നിയമവും സമൂഹവും എന്ന പാഠഭാഗമാണ്. അപ്പോൾ അവിടെ തുടക്കം തന്നെ കുളംകര ആ കളിയെ പറ്റിയിട്ടുള്ള ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളൊരുപാട് കളിച്ചിട്ടുള്ളൊരു കളിയാണത്. അപ്പോൾ നമുക്കറിയാം, ഏതൊരു കളി കളിക്കുമ്പോഴും അതിനും ഒരുപാട് നിയമങ്ങളുമൊക്കെ ഉണ്ടായിരിക്കും. അപ്പം നിയമവും സമൂഹം എന്ന് പറയുമ്പോൾ ആ പാഠത്തിൻ്റെ പേരിൽ തന്നെയുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. അപ്പം നമുക്കറിയാം, വിദ്യാലയത്തിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് ചില മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കും, ചില വ്യവസ്ഥകൾ ഉണ്ടായിരിക്കും. അതൊക്കെ നാം പാലിക്കേണ്ടതുമാണ്. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് നിയമം എന്ന് നോക്കാം. സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഏർപ്പെടുത്തുന്ന അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥകളുമാണ് നിയമം. സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഏർപ്പെടുത്തുന്ന അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥകളുമാണ് നിയമം. മനുഷ്യർ സാമൂഹിക ജീവികളാണ്. ഓരോ വ്യക്തിക്കും സമൂഹത്തിൽ മെച്ചപ്പെട്ട ജീവിതവും സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിന് നിയമങ്ങൾ അനിവാര്യമാണ്. അപ്പോൾ സമൂഹത്തിലെ എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് നിയമങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഒരു സാമൂഹിക കൂട്ടായ്മയിൽ അതിലെ അംഗങ്ങളായ വ്യക്തികളുടെ സ്വഭാവം, പെരുമാറ്റം, പ്രവൃത്തി, സ്വാതന്ത്ര്യം, അവകാശം തുടങ്ങിയവയ്ക്കുമേൽ ചില വ്യവസ്ഥകളും നിയന്ത്രണങ്ങളും ആവശ്യമാണ്. വ്യക്തി താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതോടൊപ്പം പൊതു താൽപ്പര്യങ്ങൾ കൂടി പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ സമൂഹത്തിന് ചില ചിട്ടകൾ ആവശ്യമായി വരുന്നു. ഈ ധർമ്മമാണ് നിയമങ്ങൾ നിർവഹിക്കുന്നത്. അപ്പോൾ നിയമങ്ങൾ പാലിക്കപ്പെടാതിരുന്നാൽ സമൂഹത്തിൽ എന്താണ് സംഭവിക്കുക? അപ്പോൾ നിയമങ്ങൾ പാലിക്കപ്പെടാതിരുന്നാൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. ഇത് സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ അപകടത്തിലാക്കുന്നു. അതിനാൽ നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? ശിക്ഷാർഹമാണ്. അപ്പോൾ നിയമങ്ങൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിയമങ്ങൾ പ്രധാനമായിട്ടും 2 രീതിയിലാണുള്ളത്. സാമൂഹിക വഴക്കങ്ങളിൽ കൂടി രൂപപ്പെടുന്ന നിയമങ്ങൾ, അതുപോലെ തന്നെ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ വഴി രൂപപ്പെടുത്തുന്ന നിയമങ്ങൾ. സാമൂഹിക വഴക്കങ്ങളിൽ കൂടി രൂപപ്പെടുന്ന നിയമങ്ങൾ, വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ വഴി രൂപപ്പെടുത്തുന്ന നിയമങ്ങൾ. ഇനി പ്രാചീന സമൂഹത്തിൽ നിലനിന്നിരുന്ന നിയമങ്ങളൊക്കെ എങ്ങനെയായിരിക്കാം? ആദ്യം പറഞ്ഞ വഴക്കങ്ങളിൽ നിന്ന് രൂപപ്പെട്ടവയാണ് പ്രാചീന സമൂഹത്തിൽ നിലനിന്നിരുന്ന നിയമങ്ങൾ. ഇനി അതിനു മുമ്പ് ഇവിടെ സാമൂഹിക വഴക്കങ്ങൾ, സോഷ്യൽ നോംസ് എന്താണെന്ന് നോക്കാം. ഒരു പ്രത്യേക സാമൂഹിക സംഘത്തിലോ സംസ്കാരത്തിലോ സ്വീകാര്യമായി കണക്കാക്കപ്പെടുന്ന വിശ്വാസങ്ങൾ, മനോഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവയുടെ അലിഖിത നിയമങ്ങളാണ് സാമൂഹിക വഴക്കങ്ങൾ. എഴുതിയൊന്നും വെച്ചിട്ടില്ല അത്. അപ്പോൾ ഒരു പ്രത്യേക സാമൂഹിക സംഘത്തിലോ സംസ്കാരത്തിലോ സ്വീകാര്യമായി കണക്കാക്കപ്പെടുന്ന വിശ്വാസങ്ങൾ, മനോഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവയുടെ അലിഖിത നിയമങ്ങളാണ് സാമൂഹിക വഴക്കങ്ങൾ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞുവല്ലോ, വഴക്കങ്ങളിൽ നിന്ന് രൂപപ്പെട്ടവയാണ് പ്രാചീന സമൂഹത്തിൽ ഉണ്ടായിരുന്ന നിയമങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവ പൊതുവെ കൃത്യമായി എഴുതപ്പെടാത്തവയായിരുന്നു. അതാണ് അലിഖിതം. സാമൂഹിക വഴക്കങ്ങളിൽ കൂടിയും ആചാരങ്ങളിൽ കൂടിയുമായിരുന്നു അവ നടപ്പിലാക്കിയിരുന്നത്. സാമൂഹിക ക്രമങ്ങളുടെ ഭാഗമായി ഉണ്ടായിരുന്ന മിക്ക നിയമങ്ങളും പിന്നീട് മാറ്റപ്പെടുകയോ കാലോചിതമായി പരിഷ്കരിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. അപ്പം നിത്യജീവിതത്തിൽ നമുക്ക് പരിചിതമായ നിയമങ്ങൾ ഏതൊക്കെയാണ്? ഗതാഗത നിയമങ്ങൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ അവകാശ നിയമങ്ങൾ, ബാലാവകാശ നിയമം, പിന്നെന്താണ് ഡൗറി പ്രൊഹിബിഷൻ ആക്ട്, അങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ ഓരോ ഗവൺമെൻറ്റും നിയമനിർമ്മാണ സഭകൾ വഴിയാണ് രാഷ്ട്രത്തിനാവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. അപ്പം നിയമങ്ങൾ എങ്ങനെയാണ് നിർമ്മിക്കപ്പെടുന്നത്? നിയമനിർമ്മാണ സഭകൾ വഴിയാണ്
രാഷ്ട്രത്തിനാവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. ഗവൺമെൻറ്റുകൾ മുൻകൈയെടുത്ത് നിർമ്മിക്കുന്ന നിയമങ്ങൾക്ക് പുറമെ ശക്തമായ പൊതുജനാഭിപ്രായത്തെ തുടർന്നും നിയമനിർമ്മാണ സഭകൾ നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട്. കോടതി വിധികളും വ്യാഖ്യാനങ്ങളും നിർദ്ദേശങ്ങളും പലപ്പോഴും പുതിയ നിയമങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഇപ്രകാരം കോടതി ഇടപെടലുകളിൽ കൂടിയും നിയമങ്ങൾ രൂപപ്പെടാറുണ്ട്. ഇനി അടുത്തത് രാഷ്ട്രം എന്താണെന്ന് നോക്കാം. ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് ഭരണകൂടത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന സംഘടിതമായ സമൂഹത്തെയാണ് രാഷ്ട്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് ഭരണകൂടത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന സംഘടിതമായ സമൂഹത്തെയാണ് രാഷ്ട്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെൻറ്, പരമാധികാരം. ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെൻറ്, പരമാധികാരം ഇവയാണ് രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങൾ. ഇനി ഇവിടെ ഇന്ത്യൻ പാർലമെൻറ്റ് അതുപോലെ തന്നെ കേരള നിയമനിർമ്മാണ സഭയുടെയൊക്കെ ചിത്രം ഇവിടെ തന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് എന്താണ്? റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ എന്താണ്? സൈക്കിൾ സവാരി പാടില്ല. അതാണ് ആ ഒരു അടയാളത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അതുപോലെ തന്നെ ഓരോ ചിത്രം ഓരോ കാര്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പം രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ കാൽനടയാത്രക്കാർ നടക്കാൻ സാധിക്കില്ല. മൂന്നാമത്തെ എന്താണ്? പാർക്കിംഗ് അലൗഡ് അല്ല. നാലാമത്തെ എന്താണ്? സ്കൂളുണ്ട് അടുത്ത് സ്കൂളുണ്ട് എന്ന രീതിയിൽ. അങ്ങനെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇവിടെ വിട്ടുപോയത് പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏഴാമത്തെ എന്താണ്? സീറ്റ് ബെൽറ്റ് ധരിക്കുക. എട്ടാമത്തെ എന്താണ്? ഹോണടി പാടില്ല. 9 ഹെൽമറ്റ് ധരിക്കണം. 6 എന്താണ്? നമ്മളെപ്പോഴും സീബ്ര ക്രോസിലൂടെ വേണം സഞ്ചരിക്കാനായിട്ട്. ഓക്കെ. അപ്പോൾ ഇത്തരം അടയാളങ്ങൾ സൂചിപ്പിക്കുന്ന നിയമങ്ങൾ ദൈനംദിന ജീവിതത്തിൽ പാലിക്കേണ്ടതെന്നാണ് വളരെ അത്യാവശ്യമാണ്. റോഡ് ഗതാഗതം സുഗമവും അപകടരഹിതവുമാക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ള നിയമങ്ങളാണ് റോഡ് സുരക്ഷാ നിയമങ്ങൾ. കാൽനടയാത്രക്കാരും വാഹനങ്ങൾ ഓടിക്കുന്നവരും ഈ നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ഗതാഗത നിയമങ്ങൾ അനുസരിക്കുന്നതിലൂടെ സ്വന്തം സുരക്ഷയും മറ്റുള്ളവരുടെ സുരക്ഷയും ഉറപ്പുവരുത്താൻ കഴിയുന്നു. ഓക്കെ. ഇനി കാൽനടയാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്തൊക്കെയാണ് കാൽനടയാത്രക്കാർ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് വാഹന ഗതാഗതം എങ്ങനെയാണ്? റോഡിൻ്റെ ഇടതുവശത്തോടു കൂടിയാണ്. അപ്പോൾ റോഡിൻ്റെ വലതുവശം ചേർന്ന് നടന്നാൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. ഇടതുവശത്തു കൂടിയാണ് നടക്കുന്നതെങ്കിൽ പിന്നിലൂടെ വരുന്ന വാഹനങ്ങൾ നാം കാണില്ല. ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. നമുക്കറിയാം കാൽനടയാത്രക്കാർ വലതുവശം ചേർന്നിട്ടാണ് നടക്കേണ്ടത്. ഇനി റോഡിൻ്റെ വശത്ത് നടപ്പാത ഉണ്ടെങ്കിൽ അതിലൂടെ നടക്കുക. നടപ്പാതകളില്ല എങ്കിൽ റോഡിൻ്റെ വലതുവശം ചേർന്ന് മാത്രം നടക്കുക. 2 പേരിൽ കൂടുതൽ വശം ചേർന്ന് നടക്കരുത്. ഇനി കാൽനടയാത്ര നിരോധിച്ചിട്ടുള്ള സ്ഥലങ്ങളിലൂടെ കാൽനടയാത്ര പാടില്ല. മൊബൈൽ ഫോൺ, ഹെഡ്സെറ്റ് എന്നിവ ഉപയോഗിച്ചുകൊണ്ട് റോഡിൽ കൂടി നടക്കരുത്. ആദ്യം വലതുവശത്തേക്കും പിന്നീട് ഇടതുവശത്തേക്കും നോക്കി വാഹനങ്ങൾ ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം റോഡ് മുറിച്ച് കടക്കുക. സീബ്ര ക്രോസിംഗ് ഉള്ള സ്ഥലങ്ങളിൽ അതിലൂടെ മാത്രം റോഡ് മുറിച്ച് കടക്കുക. സിഗ്നൽ ഉള്ള ഇടങ്ങളിൽ കാൽനടയാത്രക്കാർക്ക് കടന്നു പോകാനുള്ള പച്ച വെളിച്ചം തെളിയുന്നതുവരെ കാത്തു നിൽക്കുക. കാൽനടയാത്രക്കാർക്കായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മേൽപ്പാലങ്ങൾ, സ്കൈ വാക്ക്, ഭൂഗർഭ പാതകൾ എന്നിവ ഉണ്ടെങ്കിൽ അവ ഉപയോഗിക്കുക. ഇനി അടുത്തതാണ് നിയമവും സൈബർ ലോകവും. നമുക്കറിയാം ഈ കാലഘട്ടത്തിലെ പ്രസക്തമായൊരു വിഷയമാണ് സൈബർ ലോകം എന്ന് പറയുന്നത്. വളരെയധികം തട്ടിപ്പുകളുമൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്.
ഇനി അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ വിവരസാങ്കേതിക വിദ്യാ നിയമം 2000 നോക്കാം. വിവരസാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഇടപാടുകൾക്ക് നിയമപരമായ അംഗീകാരവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിനായി നിലവിൽ വന്ന നിയമമാണിത്. സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കർശനമായ ശിക്ഷയാണ് ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വിവരസാങ്കേതിക നിയമം നിലവിൽ വന്ന വർഷം 2000. ഇനി ഇൻ്റർനെറ്റ് ഗെയിമുകൾ, മൊബൈൽ ആപ്പുകൾ, ഓൺലൈൻ സേവനങ്ങൾ എന്നിവയിൽ ധാരാളം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതിനു വേണ്ടി ആവിഷ്കരിച്ച നിയമമാണ് വിവരസാങ്കേതിക വിദ്യാ നിയമം 2000. ഇതുപോലെ ജനങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടി പല വിധത്തിലുള്ള നിയമങ്ങൾ നിലവിലുണ്ട്. പിന്നെ നമുക്ക് പരിചിതമായ നിയമങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിലൊന്നാമത്തെയാണ് വിവരാവകാശ നിയമം. അത് ഏത് വർഷമാണ് നിലവിൽ വന്നത്? 2005 പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ അറിയാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നു. ഇനി അടുത്തത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സുരക്ഷിതമായ ബാല്യം എന്ന് പറയുന്നത് ഓരോ കുട്ടിയുടെയും അവകാശമാണ്. സുരക്ഷ മുൻനിർത്തി ഇന്ത്യൻ ഭരണഘടന കുട്ടികൾക്ക് ചില അവകാശങ്ങൾ ഉറപ്പു നൽകുന്നുണ്ട്. ഇതുകൂടാതെ ബാലാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിരവധി നിയമങ്ങളും സംവിധാനങ്ങളും നിലവിലുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ബാലവേല നിരോധന നിയമം ഏത് വർഷമാണ്? 1986 ബാലവേല നിരോധന നിയമം വരുന്നത്. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലിക്ക് നിയമിക്കുന്നത് കുറ്റകരമാണ്. അടുത്തത് വിദ്യാഭ്യാസ അവകാശ നിയമം 2009. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നു. നെക്സ്റ്റ് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ദേശീയ തലത്തിൽ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനും സംസ്ഥാന തലത്തിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനും പ്രവർത്തിക്കുന്നുണ്ട്. ഇനി ബാലനീതി നിയമം 2015. സുരക്ഷിത ബാല്യം ഉറപ്പുവരുത്തുന്നതിനായി 2015 നിലവിൽ വന്ന നിയമമാണ് ബാലനീതി നിയമം. കുട്ടികളെ ഉപദ്രവിക്കുക, അവഗണിക്കുക, ഭിക്ഷാടനത്തിനുപയോഗിക്കുക, അടിമവേല ചെയ്യിക്കുക, ലഹരി വസ്തുക്കൾ നൽകുക, അതിൻ്റെ വിൽപ്പനയ്ക്കായി കുട്ടികളെ ഉപയോഗിക്കുക തുടങ്ങിയവ ഈ നിയമമനുസരിച്ച് ശിക്ഷാർഹമാണ്. ഇത്തരം അവകാശ ലംഘനങ്ങൾ ഉണ്ടായാൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ ബാലനീതി നിയമം വരുന്നത് 2015. ദെൻ വിദ്യാഭ്യാസ അവകാശ നിയമം 2009. ബാലവേല നിരോധന നിയമം 1986. ഇനി ജൂൺ 12 പ്രത്യേകതയാണ് ബാലവേല വിരുദ്ധ ദിനം. ജൂൺ 12. ദെൻ നവംബർ 20 ലോക ബാലാവകാശ സംരക്ഷണ ദിനം. നവംബർ 20. ഇനി ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 1098. ഇനി അടുത്തത് പോക്സോ ആക്ട്, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. ലിംഗപദവി വ്യത്യാസമില്ലാതെ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിനായി നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട്. അതായത് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം. അന്താരാഷ്ട്ര തലത്തിൽ 1989 നിലവിൽ വന്ന കുട്ടികളുടെ അവകാശ ഉടമ്പടിയെ അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് ഈ നിയമം നടപ്പിലാക്കിയിട്ടുള്ളത്. ഇനി അടുത്തതാണ് നിയമവാഴ്ച. വ്യത്യസ്തങ്ങളായ നിയമങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. ഈ നിയമങ്ങൾക്ക് വിധേയപ്പെടുന്നത് കൊണ്ടാണ് നമ്മുടെ സാമൂഹിക ജീവിതം സുഗമമായി മുന്നോട്ട് പോകുന്നത്. നിയമത്തിന് മുന്നിൽ എല്ലാ പൗരരും തുല്യരാണ്. നിയമം ഉറപ്പാക്കുന്ന തുല്യ സംരക്ഷണം അനുഭവിച്ച് അവയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യമാണ് നിയമവാഴ്ച. ഇനി കോടതികളെ കുറിച്ചിട്ട് നോക്കാം.
സുപ്രീം കോടതി. ഇപ്പോൾ ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹിയിലാണ് സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത്. ഇനി കേരള ഹൈക്കോടതി എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തെ, ഇപ്പോൾ കേരള സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എറണാകുളത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇത് കൂടാണ്ട് വിവിധ തരം കോടതികൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ശ്രേണി നോക്കുകയാണെങ്കിൽ സുപ്രീം കോടതി, ദെൻ ഹൈക്കോടതികൾ, ജില്ലാ കോടതികൾ, കീഴ്ക്കോടതികൾ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗത്തുള്ളത്. പാഠത്തിൻ്റെ പേരെന്തായിരുന്നു? നിയമവും സമൂഹവും. അപ്പോൾ ഇതോടുകൂടി 5ാം ക്ലാസ്സിലെ എല്ലാ ചാപ്റ്ററും എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. താങ്ക് യു.